യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ കൂടെ നടന്നവരെക്കുറിച്ച് പറയുമ്പോൾ അവർ ബുദ്ധി ഇല്ലാത്തവരെന്ന്, അവർ പഠിപ്പില്ലാത്തവരെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇവർ ആരുടെ കൂടെ ഉള്ളവരായിരുന്നു, യേശുവിനോട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ മക്കൾ ആ നല്ല ബുദ്ധിയുള്ളവരായി എല്ലാവരെയും ജയിക്കുവാൻ കഴിവുള്ളവരാകണമെങ്കിൽ അവരെ പരിശുദ്ധാത്മ പൂർണ്ണരാക്കുകയും, അങ്ങനെ എൻ്റെ മകനെയും മകളെയും ഞാൻ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് വന്നു. പരിശുദ്ധാത്മാവിൽ സകലതും കഴിയും, സകലതും കഴിയും, എല്ലാം ഉപദേശിച്ചു തരും. ഇനിയും 16-ൻ്റെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുത്തും. കർത്താവ് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഓർമ്മ വരുത്തും. എന്നെ ഇത്രയും പേര് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് ചോദ്യങ്ങൾ, ഞാൻ പൊളിറ്റിക്കലി ട്രെയിൻഡ് ആളല്ല, എന്നാൽ പരിശുദ്ധാത്മാവിരുന്ന് പെട്ടെന്ന് 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 ഓർമ്മ വരുത്തും. നമുക്ക് ഈ പരിശുദ്ധാത്മാവ് തന്ന അതിൻ്റെ ശ്രേഷ്ഠത, ഇന്ന് ആ ശ്രേഷ്ഠത വെറും അന്യഭാഷ പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്, അതല്ല. അന്യഭാഷ വെറും അതിൻ്റെ അടയാളമാണ്. ഇപ്പോൾ ഈ കറണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ അടയാളമാണ്. അല്ല, നിങ്ങളുടെ വീടുകളിലെല്ലാം ഇൻഡിക്കേറ്റർ ലൈറ്റ് കാണുമല്ലോ. അന്യഭാഷ അതേ ഉള്ളൂ. അന്യഭാഷ ഇൻഡിക്കേറ്ററാണ്. അന്യഭാഷ ദൈവത്തോട് സംസാരിക്കുന്ന അടയാളമായിട്ട് അത് ഉണ്ട്. എന്നാൽ നിങ്ങളുടെ കറണ്ടിന് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ ഫാൻ നടക്കുന്നില്ല, പമ്പ് വർക്ക് ചെയ്യുന്നില്ല, ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല, എന്തോ പ്രയോജനം? അതുപോലെ പരിശുദ്ധാത്മാവ് അന്യഭാഷ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മിൽ ആ സകല ജ്ഞാനങ്ങൾ സകലം നമ്മളെ ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് ഈ യുവതലമുറയിൽ, യുവാക്കന്മാരുടെയിൽ ആത്മാവിൽ കൂടെ അവർക്ക് പ്രാപിപ്പാൻ കഴിയുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വളരെ ജ്ഞാനികളായി തീരുവാനിടയാകും. ഇനിയും 16-ാം അധ്യായത്തിൻ്റെ 7-8 വായിച്ചാട്ട്. 16-ൻ്റെ 7-8. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തെക്കുറിച്ച്, നമ്മുടെ മനസാക്ഷിയിൽ പാപത്തെക്കുറിച്ച് കൂടുതൽ ഓർമ്മപ്പെടുത്തും. ഇനിയും അതിൻ്റെ 13 വാക്യം വായിച്ചാൽ. 16-13. ജോൺ 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തും. സ്തോത്രം. അവൻ സ്വയമായി സകല സത്യത്തിലും നമ്മൾ എങ്ങനെയാണ് ഗൈഡിങ് ടു ഓൾ ട്രൂത്ത്, നമ്മൾ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് സകല സത്യത്തിലും വഴി നടത്തും. പിന്നെ അതിലേക്ക് പോട്ടെ. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വരുവാനുള്ളത് അറിയിച്ചു തരികയും ചെയ്യും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വേലയെ ആരംഭിച്ചിട്ട് ഒരുപാട് അപകടങ്ങളും ആക്രമണങ്ങളും അറ്റാക്കും ഒത്തിരി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒന്നും സർപ്രൈസായി നടന്നിട്ടില്ല. സർപ്രൈസിൻ്റെ മലയാളത്തിൽ യാദൃച്ഛികമായി ഒന്നും നടന്നിട്ടില്ല. ഒരു നേരത്തെ പരിശുദ്ധാത്മാവ് ഒരു അറിയിപ്പ് തരും. എന്ന് പറഞ്ഞാൽ, ഇന്ന് ആളുകൾ അടിക്കാൻ വരികയാണെങ്കിൽ ഇന്നാരടിക്കാൻ വരുന്നു എന്നല്ല, അങ്ങനെയല്ലേ. രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയും, ഇന്ന് ഏതോ സംഭവിക്കാൻ പോകുകയാണ്. മെൻ്റലി അലേർട്ട്, നമ്മളെ മാനസികമായിട്ടൊന്ന് മുന്നറിയിപ്പ് തന്നു നിർത്തും. ഇന്ന് വരെ ഒരു കാര്യവും യാദൃച്ഛികമായി നടക്കുന്നില്ല. എല്ലാം എത്ര വ്യക്തമായിട്ട് ക്ലിയറായിട്ട് പറയുന്നതെന്നല്ല, എന്നാൽ എന്നെ നേരത്തെ എന്തു ചെയ്യും, ഒന്ന് അലേർട്ട് ചെയ്തു. ഐ ആം പ്രിപ്പയർഡ് ടു മീറ്റ്. എത്ര ആയിരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എന്നെ മുന്നറിയിപ്പ് നൽകാതെ, വാണിംഗ് നടത്താതെ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് വരെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ കൂടുതൽ നമ്മൾ നടക്കണം. എലിയാസാറിനെ അയച്ചത് റിബേക്കയെ കൂട്ടിക്കൊണ്ട് പോകാനാണ്. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളേക്ക് അയച്ചു തന്നിരിക്കുന്നത് മണവാട്ടിയാകുന്ന നമ്മളെ കൂട്ടി കർത്താവിനോടുകൂടെ നമ്മളെ കർത്താവുമായി കണ്ടുമുട്ടുന്നത് വരെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നടത്തുവാനാണ്. എന്നാൽ ഞാൻ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പഠിപ്പിച്ചതാണല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചാർട്ടിട്ടിട്ട് മനുഷ്യൻ്റെ ആത്മാവ്, പ്രാണൻ എന്നുള്ള കാര്യങ്ങൾ വളരെ വിവരമായി നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ ഓർക്കുമല്ലോ. ഞങ്ങളുടെ ഇപ്പോഴും ചാർട്ടുണ്ട്. എന്നാൽ പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും അതിനുവേണ്ടി സമയം ചിലവഴിക്കേണ്ടായല്ലോ എന്ന് കരുതിയാണ് ആ ചാർട്ട് ഇപ്പോൾ ഇടാതിരിക്കുന്നത്.
നമ്മളിലെല്ലാം നമ്മുടെ പ്രാണനിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ട്, തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ഇമോഷൻ, വികാരം വരുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രാണനാണ് നമ്മളെ നടത്തുന്നത്. ചിന്തിച്ച് കർത്താവിൻ്റെ വേലക്കാരായിരിക്കുന്നവരും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിന് പരിശുദ്ധാത്മാവ് നടത്തേണ്ടതിന് പകരമായി നാം തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങ് ചെയ്തു പോകും. അങ്ങനെ ചെയ്തു പോകുന്നതുകൊണ്ട് പകുതി പരിശുദ്ധാത്മാവിൻ്റെ ആശ്രയത്തിലും പകുതി ബുദ്ധിയിലും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. റോമാലേഖനം 8:14 വായിച്ചാൽ, റോമാലേഖനം 8:14, റോമൻസ് 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അതിൻ്റെ കൂടെ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് അപ്പോസ്തലനായ പൗലൂസ് തൻ്റെ അനുഭവം പറയുന്നു. ഗലാത്യ ലേഖനം 2:20 വായിച്ചാട്ട്. ഗലേഷ്യൻസ് 2:20, ഗലേഷ്യൻസ് 2:20, ഗലാത്തി ദോ കബീസ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ആത്മാവിനാൽ നടത്തപ്പെടണമെങ്കിൽ നമ്മുടെ പ്രാണനിനുള്ളതായ ബുദ്ധിയും ചിന്തിക്കാനുള്ള കഴിവും അതിന് വിട്ടുകൊടുക്കാതെ നമ്മുടെ പ്രാണനെ കൂടെ ആത്മാവിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണം. നമ്മുടെ പ്രാണനെ ഭരിക്കാൻ ജഡമുണ്ട്. ഞാൻ ജഡം ഉത്ഭവിച്ച കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഹൗവായിൽ ജഡം ഉത്ഭവിച്ചത്? നമ്മിൽ 2 ശക്തിയുണ്ട്. ഒന്ന് ജഡം, വേറൊന്ന് ആത്മാവ്. അത് നിങ്ങൾക്കറിയാമല്ലെന്ന് പെട്ടെന്ന് ഓർപ്പിക്കാനായി ഗലാത്യർ 5:17 വായിച്ചാട്ട്. ഗലാത്യർ 5:17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അവ തമ്മിൽ പ്രതികൂലമല്ലോ. അതിൻ്റെ കൂടെ റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്. റോമാലേഖനം 7-ാം അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൽ ചില കാര്യങ്ങൾ മുഴുവനും ചിന്തിപ്പാനുള്ള സമയമില്ലല്ലോ. അതിൻ്റെ 13-ാം വാക്യം വായിച്ചാട്ട്. റോമി 7:13. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ ഒരു നാളും അരുത്. പാപമത്രേ മരണമായി തീർന്നത്. അതിൻ്റെ 15 വരെ വായിച്ചാട്ട്. പാപമത്രേ മരണമായി തീർന്നത്, അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഇനി അതിൻ്റെ 21 മുതൽ 23 വരെ വായിച്ചാട്ട്. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു ന്യായപ്രമാണം കാണുന്നു. നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന തിന്മ എന്നിൽ കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഉള്ളം കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന, ശ്രദ്ധിക്കണേ, ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. ശ്രദ്ധിക്കണം. അത് നമ്മളെ ആത്മാവിൽ നടത്തുവാൻ പരിശുദ്ധാത്മാവ് വന്നിരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയോട് പ്രമാണത്തോട് പോരാടുന്ന ജഡം നമ്മിൽ പ്രവർത്തിക്കുന്നു. എല്ലാ കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും ഉള്ള അനുഭവമാണിത്. അതിൽ നിങ്ങളുടെ ബുദ്ധിയാണ് നിങ്ങളെ ജയിക്കുന്നുവെങ്കിൽ ആ ബുദ്ധിക്കനുസരിച്ച് നിങ്ങൾ മുൻപോട്ട് പോകും. ബുദ്ധിക്കനുസരിച്ച് നല്ല പ്രസംഗം പ്രസംഗിക്കാം, ബുദ്ധിക്കനുസരിച്ച് നല്ല യോഗങ്ങൾ നടത്താം, ബുദ്ധിക്കനുസരിച്ച് കർത്താവിൻ്റെ വേല ധാരാളം ചെയ്യാം. എന്നാൽ ആത്മാവിനനുസരിച്ച് നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ബുദ്ധിയെയും അതിനെയും ക്രൂശിക്കണം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ
ജീവിക്കുന്നു. അപ്പോൾ നാം നമ്മുടെ ബുദ്ധിയുടെ ചിന്തകൾക്കും മറ്റുള്ളതിനും പൂർണ്ണമായി മരിച്ച അവസ്ഥയിൽ അതിനെ പരിശുദ്ധാത്മാവിൻ്റെ അധീനത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾ ആത്മാവിൽ നടത്തപ്പെടുന്നവരായി തീരുവാനിടയാകും. അങ്ങനെ ആത്മാവിൽ നടത്തപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ അതിന് നമ്മുടെ സകല ഇച്ഛകളെയും നാം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തെങ്കിലേ കഴിയുള്ളൂ. റോമാലേഖനം ഗലാത്യ ലേഖനം 5:16 വായിച്ചാട്ട്. ഗലാത്യർ 5:16, ഗലേഷ്യൻസ് 5:16, ഗലാത്തി 5:16. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല. സ്തോത്രം. നാം ആത്മാവിനെ അനുസരിച്ച് നടപ്പാനായി ഒരുങ്ങിയിരിക്കണം. നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ജഡത്തിൻ്റെ ചിന്തകൾക്ക് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയിരിക്കണം. ഞാൻ എൻ്റെ അനുഭവത്തിൽ ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ട്, കാരണം നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ളതാണല്ലോ ആവശ്യം. ഒരു പെൻ മേടിക്കണമെന്ന് എൻ്റെ മനസ്സിൽ വന്നു. ഉടനെ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, പെൻ ഇപ്പോൾ മേടിക്കണോ? എൻ്റെ ബുദ്ധി പറയും, എൻ്റെ ജഡം പറയും, ഇന്ന പെന്നെ ഇത്ര അഡ്വർടൈസ്മെൻറ്റിനോട് ഇത്ര അഡ്വർടൈസ്, അതെല്ലാം പെട്ടെന്ന് തന്നെ ഓർമ്മയിൽ ഇനി കൊണ്ടുവരും. എന്നാൽ ആ സമയത്ത് ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, മേടിക്കണോ? മേടിക്കണം എന്നുള്ള പരിശുദ്ധാത്മാവിന് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഏത് കടയിലാണ് പോകേണ്ടത്? പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും. കടയിൽ ചെന്ന് ഏത് പെന്നാ? ആ പെൻ. ഞാൻ കണ്ടിട്ടുണ്ട് പലരും കടകളിലൊക്കെ പോയാൽ വിൻഡോ ഷോപ്പിംഗ് നടത്തി അവിടെ നോക്കി ഇത് നോക്കും. എനിക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ചെന്നാൽ 2 മിനിറ്റ് കൊണ്ട് ചെന്നു, എടുത്തു, വില പറഞ്ഞു, പോന്നു. പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഗൈഡ് ചെയ്യുന്നത് കൊണ്ട് എത്ര സമയമാണ് നമ്മുടെ ലാഭമാകുന്നത്. എത്ര ഞങ്ങളെ ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് ആഹാരം എൻ്റെ ഭാര്യ കൊണ്ടുവച്ചിരിക്കുകയാണ്, നല്ല ടേസ്റ്റാണ്, നല്ലതാണ്. എന്നാലും എൻ്റെ ഭാര്യയ്ക്കറിയാം ആത്മാവ് പ്രേരണ തരുന്നതേ കഴിക്കുകയുള്ളൂ. കാരണം ഈ ശരീരം ആത്മാവിൻ്റെ മന്ദിരമാണ്. ഇതിനെ നടത്തേണ്ടത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ എത്ര ടേസ്റ്റായുള്ളത് വെച്ചാലും, ഇതിനു മുൻപൊക്കെ ഞാൻ യോഗങ്ങൾക്കൊക്കെ പോയി, പണ്ടത്തെ അതാണ്, യോഗങ്ങളൊക്കെ പോകുമ്പോൾ ചിലർ വീടുകളിൽ ആഹാരത്തിന് വിളിക്കും. ആഹാരത്തിന് വിളിക്കുന്ന ഉടനെ അവരുടെ ആഹാരത്തിന് ഇരിക്കുമ്പോൾ മീൻ വറക്കുന്നതിൻ്റെ മണം വരും. ഞാൻ എൻ്റെ ബലഹീനത നിങ്ങളോട് പറയുകയാണ്. മീൻ വറക്കുന്ന മണം വരുമ്പോൾ എൻ്റെ വായിക്കകത്ത് വെള്ളം വരും. ഞാൻ അന്നേരം എൻ്റെ നാവിനോട് പറയും, മീൻ അവിടെ ഇരിക്കുകയല്ല, തൊടുക പോലും ചെയ്യില്ലെന്ന് പറയും. അവിടെ ആഹാരം കഴിക്കുമ്പോൾ അവർ മീൻ കൊണ്ട വയ്ക്കും. എന്താ ഞാൻ പറയുന്നത്, എൻ്റെ ഇതിനോട് പറയും, നീ കണ്ടോ ഇത്? എന്നാൽ തൊടത്തില്ലെന്ന് പറയും. അപ്പോൾ അവർ പറയും, എന്താ മീൻ കഴിക്കുക? ഞാൻ പറയും, ഇപ്പോഴെനിക്ക് വേണ്ട. മീൻ കഴിക്കുകയില്ലെന്ന് പറയുകയല്ല, ഇപ്പോഴെനിക്ക് വേണ്ട. കാരണം എൻ്റെ ജഡം അത് ആഗ്രഹിച്ചു, അതുകൊണ്ട് നിനക്കിത് കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ ജഡത്തെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ജഡത്തെ കീഴ്പ്പെടുത്തി ആത്മാവിൽ നടക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ വളരെ ക്ഷീണിച്ച് ഒരു വീട്ടിൽ കിടക്കാനായിട്ട് പറഞ്ഞ് നല്ല മെത്തയൊക്കെ ഇട്ട്, അപ്പം ഞാൻ അതിൽ ഒന്ന് ഇരുന്നപ്പോൾ എൻ്റെ ശരീരം നല്ല മെത്ത, നല്ലപോലെ ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ അവരെ പറഞ്ഞു പോയപ്പോൾ ഞാൻ അകത്തുനിന്ന് കുറ്റിയിട്ടിട്ട് താഴെ കിടന്നു, നിലത്ത് കിടന്നു. ഞാൻ പറഞ്ഞു, ഇനി സൂചിച്ചോളാൻ പറഞ്ഞു, കട്ടിലേലെ സുഖം അനുഭവിച്ചോളാൻ പറഞ്ഞു. ഞാൻ കുറ്റിയിട്ടിട്ട് കിടന്നെന്ന് ആരെങ്കിലും കണ്ടാൽ ഞാൻ എവിടെ കിടന്നു, നിലത്ത് കിടക്കുന്നുണ്ട്, അവർക്ക് വിഷമം തോന്നില്ലേ? അവരെനിക്ക് നല്ല മെത്തയും ഇതെടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ ജഡം ആഗ്രഹിച്ചു അതിൽ നിന്ന് കിടക്കാൻ. ഞാൻ പറഞ്ഞു, ജഡമേ ഇത് നടക്കുകയില്ല. അങ്ങനെ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും നമ്മുടെ ജഡത്തെ മരുക്കി കൊണ്ടുപോകാമെങ്കിൽ പിന്നെ ആത്മാവിൽ നടക്കാൻ ഒരു പ്രയാസവുമില്ല. ഇങ്ങനെ മാത്രമേ, ഇതിനാണ് പറയുന്നത് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി നമ്മുടെ ജഡത്തിന് വേണ്ടിയാണ്. അങ്ങനെ പറയുമ്പോൾ ആത്മാവിൽ നമ്മൾക്ക് ബലത്തോടെ പോകുവാൻ കഴിയും. അങ്ങനെ ആത്മാവ് നമ്മളെ നടത്തുവാൻ കഴിയുള്ളൂ. ഈ കാലത്ത് എൻ്റെ ജഡം അങ്ങനെ മീനോ മറ്റൊന്നും ഒന്നും പറയുന്നില്ല, ശാന്തമായിട്ട് അങ്ങ് ഇരിക്കുക. അതിനറിയാം എന്തെങ്കിലും പറഞ്ഞു പോയാൽ കാര്യം തീർന്നു. അങ്ങനെ ആത്മാവിനാൽ നടത്തപ്പെടുവാൻ നാം ഒരുങ്ങിക്കഴിയുമ്പോൾ എത്ര ബലമാണ് നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ എല്ലാ കാര്യങ്ങളും നമ്മളെ നടത്തുവാനായി വരും. നമ്മൾ ആത്മാവിനായി നടത്തപ്പെടുവാൻ ഒരുങ്ങിക്കഴിയുമ്പോൾ
ഗലാത്യ ലേഖനം 5:25 കൂടെ വായിച്ചാട്ടെ. 5:25. ഗലാത്യർ 5:25. ഗലേഷ്യൻസ് 5:25. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ കുറച്ച് വില കൊടുക്കേണ്ടി വരും. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കുമ്മനാട് IPC ജനറൽ കൺവെൻഷൻ പ്രസംഗിക്കാനെന്ന് പാസ്റ്റർ TG ഉമ്മച്ചനും CK ദാനിയേൽ, എല്ലാ പാസ്റ്റർ PM ബിൽപ്പവർ എല്ലാവരും ഉണ്ട്. അപ്പോൾ തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും വൈകിട്ട് എന്നോട് പറഞ്ഞു, സാമലൂട്ടി നീ പ്രസംഗിക്കണം. അപ്പോൾ തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അന്ന് പാസ്റ്റർ KC ജോൺ അവர்களായിരുന്നു എനിക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരുന്നത്. ഞായറാഴ്ച കുമ്മനാട്ടെ യോഗം അപ്പച്ചന്മാരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ പാടിയാണ് പിരിയുന്നത്. CK ദാനിയേൽ കർത്താവിൻ്റെ ദാസൻ എന്നെ വിളിച്ചു പറഞ്ഞു, ശ്യാമലൂട്ടി നിനക്കാ കർത്താവ് ദൂത് തന്നിരിക്കും, ഇന്നത്തെ സമാപന യോഗവും നീ തന്നെ പ്രസംഗിക്കണം. അന്നും കർത്താവ് നല്ല ദൂത് തന്നു, പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് 14 ദിവസം, അതിൻ്റെ നെക്സ്റ്റ് വീക്ക് 14 ദിവസം തിരുവല്ല മഞ്ഞാടിയിൽ ഉണർവ് യോഗമാണ്. നല്ല യോഗമായിരുന്നു. വേൾഡ് പെൻറ്റിക്കോസ്റ്റൽ കോൺഫറൻസിൻ്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ജോൺ താന്നിക്കൽ വന്നിരുന്നു, പറഞ്ഞു നെക്സ്റ്റ് വേൾഡ് പെൻറ്റിക്കോസ്റ്റൽ കോൺഫറൻസ് നിങ്ങളെ പ്രസംഗിക്കാനായി ഞാൻ ക്ഷണിക്കാനാണ് വന്നത്. ഞാൻ പറഞ്ഞു നല്ലത്, കർത്താവ് പറയുകയാണെങ്കിൽ ആകട്ടെ. അപ്പോൾ ആ 14 ദിവസത്തെ യോഗം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അന്ന് കളക്ടർ മത്തായിച്ചിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാറാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും വിശ്രമിച്ചുകൊണ്ടിരിക്കും. 11 മണിയായി, ഞായറാഴ്ച 11 മണിയായി രാത്രി. ഞാൻ കിടക്കുമ്പോൾ എൻ്റെ മുറിയിൽ വലിയൊരു പർവ്വതം, ആ പർവ്വതത്തിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ആ പർവ്വതത്തിൽ എഴുതിക്കാണ് പോപ്പുലാരിറ്റി മൗണ്ടൻ. അത് പ്രസിദ്ധിയുടെ പർവ്വതം. ഞാൻ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് ഞെടുങ്ങിപ്പോയി. അവിടെ നിന്ന് നോക്കിയാൽ അടുത്ത സ്റ്റെപ്പ് വലിയ കുഴിയാണ്. ഉടനെ ഞാൻ പറഞ്ഞ് കർത്താവ്, ഞാൻ ഉടനെ താഴെ ഇറങ്ങി നിലത്ത് കിടന്ന് കരയാൻ തുടങ്ങി. നിലത്ത് കിടന്ന് കരഞ്ഞു കർത്താവേ, എനിക്ക് ഈ പർവ്വതത്തിന് മുകളിൽ നിൽക്കണ്ട, നീ താഴെ ഇറങ്ങിയാൽ മതി. അങ്ങനെ വെളുപ്പിന് നിലത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. വെളുപ്പിന് 4 മണിയായപ്പോൾ ഒരു ചെറിയ ഫുട്പാത്ത് നടവഴി കീഴ്പോട്ടിറങ്ങി. നിന്നയുടെയും അപമാനത്തിൻ്റെയും മാർഗം. ഞാൻ കണ്ണുനീരോട് മുട്ടുകൂട്ടി പറഞ്ഞു, കർത്താവേ എനിക്കത് മാത്രം മതി. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഇനിയത്തെ നിൻ്റെ പ്രോഗ്രാമെല്ലാം ഞാൻ പറയുന്നത് പോലെ, കർത്താവേ നീ പറയുന്ന പോലെ മാത്രം. അപ്പോൾ പറഞ്ഞു, എറണാകുളത്തെ യോഗത്തിന് പോകരുത്. ചൊവ്വാഴ്ച മുതൽ എറണാകുളത്ത് വലിയ ഉണർവ് യോഗത്തിന് എല്ലാ പ്രൊഫസർ TC മാത്യു എന്ന ഇന്ത്യയിൽ തന്നെയാണ് എല്ലാവരും കൂടെ ക്രമീകരിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാവിലെ അവിടെ പോകണം. തിങ്കളാഴ്ച വൈകിട്ട്, തിങ്കളാഴ്ച വെളുപ്പിനാണ് കർത്താവ് പറയുന്നത്. തിങ്കളാഴ്ച യാത്ര ചെയ്യണം, വൈകിട്ട് അങ്ങ് ചെന്ന് ചേരും. ചൊവ്വാഴ്ച മുതൽ യോഗമാണ്. കർത്താവ് പറഞ്ഞു അവിടെ പോകരുത്. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ പോവുകയില്ല. ഉടനെ ഞാൻ TC മാത്യുവിനെ ഫോൺ ചെയ്തു. തിങ്കളാഴ്ച രാവിലെ, സഹോദരൻ എന്നോട് ക്ഷമിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അവിടുത്തെ യോഗത്തിന് വരാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ പാസ്റ്റർ എന്താ ഇത് പറയാൻ? ഞങ്ങൾ 1,50,000 രൂപ ചിലവാക്കിയാണ് കൊട്ടിലിട്ടിരിക്കുന്നത്. പട്ടണം മുഴുവനും അഡ്വർട്ടൈസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് വരികയില്ല? ഞാൻ പറഞ്ഞു, ദൈവനെ അനുവദിക്കില്ല. ഇല്ല, നിങ്ങൾ വന്നേ ഒക്കുള്ളൂ, ഞങ്ങളെ ബലാത്കാരമായി കൊണ്ടുവരാൻ ഞങ്ങൾ അവിടെ വരികയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വന്നാലും ഞാൻ വരികയില്ല. നിങ്ങളെന്നെ പിടിച്ച് കെട്ടിക്കൊണ്ട് പോയാലും ഞാൻ അവിടെ പ്രസംഗിക്കുകയില്ല. എന്തു പറ്റി? ഞാൻ പറഞ്ഞു, പറ്റിയൊന്നുമില്ല. പാപം ചെയ്തോ? വീണുപോയോ? മനുഷ്യരെ നേരിടാൻ നിനക്ക് ധൈര്യമില്ലയോ? ഞാൻ പറഞ്ഞു, സഹോദര എന്ത് പറഞ്ഞാലില്ല. കുറച്ച് കഴിഞ്ഞ് വീണ്ടും തുടരെ 4-5 പ്രാവശ്യം ഫോൺ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വരികയില്ല. അവർ ഒടുവിൽ അതിൻ്റെ പണത്തിൻ്റെ പല കാര്യങ്ങൾക്കും എനിക്ക് ഇടപെടേണ്ടി വന്നു. ഞാൻ പോയില്ല. എന്നാൽ മനുഷ്യന് മുൻപാകെ ഞാൻ വീണുപോയെന്നും പാപം ചെയ്തെന്നും ഒക്കെ പരസ്യമാക്കപ്പെട്ടുവെങ്കിലും പരിശുദ്ധാത്മാവനറിയാം ഞാൻ പറഞ്ഞത് ഇവൻ അനുസരിച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ആത്മാവിൻ്റെ സാക്ഷ്യമാണ്. ഇത്രയും നിന്നെയും അപമാനം സഹിച്ചിട്ടാണ്. അതുകൊണ്ട് ആത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റ് ഉണ്ടാകും. ആ ടെസ്റ്റ് പാസ്സാകാതെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന കാര്യത്തിൽ തീർന്നു വരികയില്ല. അമേരിക്കയിലെ ഒരു കാര്യം കൂടെ പറയാം. ഇവിടുത്തെ തൃശ്ശൂരുകാരനായ ജോയി എബ്രഹാം അവർ അറിയുന്ന കാര്യമാണ്. അവിടെ ഫ്ലോറിഡയിൽ വലിയൊരു മീറ്റിംഗ് നടക്കുകയാണ്. 2 വർഷത്തിന് മുൻപേ ബുക്ക് ചെയ്തതാണ്. ടെലിവിഷനിലെല്ലാം ക്രമിച്ചു. 6 ദിവസത്തെ മീറ്റിംഗാണ്. ആദ്യത്തെ ദിവസം പ്രസംഗിച്ചു. വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. വെള്ളക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. നല്ല വലിയ കർത്താവ് അത്ഭുതം, നല്ല ദൂത് കർത്താവ് തന്നു. ഞാൻ അവിടെ അവരെനിക്കൊരു പ്രത്യേക വീട് ക്രമീകരിച്ച് അവിടെ ഞാൻ താമസിക്കുകയാണ്. രാത്രി ഒരു 11:30 ആയപ്പോൾ
ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുക, നീ എൻ്റെ ദാസനാണെങ്കിൽ ഇവിടെ പ്രസംഗിക്കരുത്, മയാമിയിൽ പോയി പ്രസംഗിക്കണം. അപ്പോൾ ഞാൻ മയാമിയിൽ അതിനുമുമ്പ് പോയിട്ടില്ല. അവിടുന്ന് 300 മൈൽ ദൂരമുണ്ട്. ഞാൻ അറിഞ്ഞിട്ടുണ്ട് അവിടെ വെറും നഗ്നരായി ആ ബീച്ചിൽ ആളുകൾ നടക്കുന്ന സ്ഥലമാണ്. ഞാൻ ഉടനെ ജോയി എബ്രഹാമിനോട് ഫോൺ ചെയ്ത് പറഞ്ഞു, സഹോദര, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നാളെ ഇവിടെ പ്രസംഗിക്കേണ്ട, മയാമി പെടും. എന്ന് പറഞ്ഞു, പാസ്റ്റർ ഇതെന്താണ്, അമേരിക്കയുടെ സാത്താൻ നിങ്ങളെയും പിടിച്ചോ, അമേരിക്കയിലെ ജഡം നിങ്ങളെയും പിടിച്ചോ? ഞങ്ങൾ വളരെ സന്തോഷിച്ചിരുന്നു. ഇന്ത്യക്കാരുടെ പ്രസംഗത്തിൽ വെള്ളക്കാരിങ്ങനെ അധികം കൂടാറില്ല, കൂടി ഇത്ര സന്തോഷിക്കാറില്ല. ഞങ്ങൾ വളരെ സന്തോഷിച്ച് ഇത്ര അത്ഭുതം നടന്നു. ഇപ്പോൾ ഇനിയും ബാക്കി 5 ദിവസം നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങൾ വരാതെ എന്ത് ചെയ്യും? ഞാൻ പറയും, സഹോദര, സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു. ഉടനെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവല്ല, അമേരിക്കയുടെ ജഡമാണ് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, അവിടെ എല്ലാവരും മനുഷ്യർ നഗ്നരായി നടക്കുകയാണ്. ഞാൻ പറഞ്ഞു, ശരി. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ്, കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പറയാം, നീ എൻ്റെ ദാസനെ, നീ അവിടെ പോകും. അദ്ദേഹം കമ്മിറ്റി മെമ്പേഴ്സിനെയൊക്കെ അറിയിച്ചു. ഓരോരുത്തർ യേശുവിൻ്റെ രക്തം ജയം, വിക്ടറി ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്, എന്നെ സാത്താൻ പിടിച്ച് എങ്ങനെയും വിടുവിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 1 മണിയായി. ഞാൻ വീണ്ടും പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവിനോട്, നീ എൻ്റെ ദാസനാണെങ്കിൽ നീ ഇവിടെ പ്രസംഗിക്കരുത്. ഞാൻ അപ്പോൾ ജോയി എബ്രഹാമോട് ചോദിച്ചു, ഇവിടെ ആര് പ്രസംഗിക്കും? ഞാൻ പറഞ്ഞു, എത്രയോ പ്രാസംഗികരോട് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, 2 മണിയായപ്പോഴും കർത്താവ് പറഞ്ഞു എവിടെ പോകണം. 3 മണിക്ക് ഞാൻ വീണ്ടും ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, പ്രിയ സഹോദര, നിങ്ങൾ എനിക്ക് നിങ്ങളുടെ കാറ് ഒന്ന് അയച്ചു തരുമോ? ഞാൻ അവിടെ ബസ് സ്റ്റേഷൻ വരെ പോകാൻ. ഉടനെ പറഞ്ഞത്, ഇത്ര നാറിയായ നിങ്ങളെ എൻ്റെ കാറിൽ കയറ്റിയാൽ ഏത് വാഷിംഗ് സ്റ്റേഷൻ കൊണ്ടുപോയാലും അത് ശുദ്ധീകരിക്കപ്പെടുകയില്ല. ഞാൻ കേരളത്തിലെല്ലാം അറിയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇവിടുത്തുകാരനായ ജോയി എബ്രഹാം, നിങ്ങൾ അറിയുന്ന തൃശ്ശൂരിലെ ജോയി എബ്രഹാം അവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു, സ്തോത്രം. ഞാൻ അവിടുന്ന് 3 കിലോമീറ്റർ പെട്ടി വലിച്ചുകൊണ്ട്, ഒരു ബ്രീഫ് കൈസിൽ റോഡിൽ കൂടെ വലിച്ചുകൊണ്ട് റെയിൽവേ അവിടെ ബസ് സ്റ്റേഷനിൽ ചെന്നു. വൈകിട്ട് 4 മണിയായപ്പോൾ അവിടെ ബീച്ചിൽ ചെന്നപ്പോൾ എല്ലാ നഗ്നരായി കിടന്നു. ചെറിയ ഹോട്ടലിൽ താമസിച്ചു, മുറിയെടുത്തു, നഗ്നരായി. ഞാൻ ആകെ ഭയന്നു. ദൈവമേ, ഞാൻ എവിടെയാണ് വന്നു ചേർന്നത്? ചിലർ വന്ന് എൻ്റെ വസ്ത്രമെല്ലാം വലിച്ചു കീറാൻ തുടങ്ങുന്നു. ഞാൻ അവിടെ ചെന്ന് ആ ചെറിയ മുറിയിൽ കിടന്ന് കരയാൻ തുടങ്ങി. വെളുപ്പാറായപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇവിടെ വന്നില്ലെങ്കിൽ ആരിവിടെ വരും? എനിക്ക് ശക്തിയുണ്ടായി. ഞാൻ പിറ്റേ ദിവസം എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. എല്ലാം എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാം നഗ്നരാണ്. 6-7 സ്ഥലത്ത്, 7ാമത്തെ സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ഒരു പ്രായം 19 വയസ്സുള്ള ഒരാളും ഒരു പെൺകുട്ടി മടിയിൽ വെച്ച് നഗ്നരായിരിക്കുകയാണ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം താഴെ വീണ് കരയാൻ തുടങ്ങി. ഞാൻ ഇല്ലിനോയ്സ് ബെല്ലുവില്ലെ പെന്റിക്കോസ്റ്റൽ സഭയുടെ പാസ്റ്ററാണേ. ഞാനിങ്ങനെ കോയറിലുള്ള പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നാണ് എഴുന്നേറ്റ് നഗ്നരായി നിന്ന് കരഞ്ഞ് രക്ഷിക്കപ്പെടുവാനിടയായി. കർത്താവെ, എന്നെ വിളിച്ചുകൊണ്ട് വരുവാൻ ഇന്ത്യയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു. അവിടുത്തെ എല്ലാ കാര്യങ്ങളും പറയാൻ സമയമില്ല. 2 ആഴ്ച ഞാൻ അവിടെ പ്രസംഗിച്ചു. 3 പ്രാവശ്യം പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. 3 പ്രാവശ്യം. അനേകം രക്ഷിക്കപ്പെടുവാനിടയായി. ഒരു യഹൂദനും രക്ഷിക്കപ്പെടുവാനിടയായി. അവൻ യഹൂദൻ്റെ മകൻ എന്നെ വെടിവെക്കാനായിരുന്നു, അതിൽ നിന്നും രക്ഷപ്പെടുവാനിടയായി. വേശ്യമാരിൽ പലരും രക്ഷിക്കപ്പെടുവാനിടയായി. അവരെ 3 പേരെ ഞാൻ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുവാൻ കർത്താവിടയായി. ഞാൻ വെള്ളത്തിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വാകത്താനത്തുള്ള ഒരു കുഞ്ഞവറാച്ചൻ എന്ന് പറഞ്ഞ സഹോദരൻ, ഞാൻ അവരെ സ്നാനപ്പെടുത്തി കരയിൽ കയറിയപ്പോൾ ഇദ്ദേഹം നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഉണ്ണേ? പുള്ളിക്കാരൻ താഴെ മണലിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ, നിങ്ങൾ വല്ല തെറ്റ് ചെയ്യുന്ന പിടിക്കാൻ ഞാൻ വന്നതാണ്. എന്നാൽ നിങ്ങൾ ചെയ്ത കണ്ടപ്പോൾ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. അപ്പോൾ എനിക്ക് അതിനുവേണ്ടി കേരളത്തിലും എല്ലാം അറിഞ്ഞു. അതിനുശേഷം പാസ്റ്റർ PM ഫിലിപ്പ് അവറുകൾ, CI ജോൺ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ, മലയാളി, അദ്ദേഹം വടക്കേണ്ടിയിൽ വന്ന ആളാണ്. ഞങ്ങളുടെ കൂടെ അദ്ദേഹം അമേരിക്കയിൽ സെറ്റിലായിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഇതായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, AM ശ്യാമൽ മയാമിയിൽ പോയി താമസിച്ച ആ ഹോട്ടലിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഇവിടെ സിയോൻ കാഹളം മാസികയിലൊക്കെ ഇടണം, എല്ലാവരെയും അറിയിക്കണം. AM ശ്യാമൽ ജഡിയനാണ്. അതുകൊണ്ട് ഞാനതൊന്നും അറിഞ്ഞില്ല. അദ്ദേഹം അവിടെ മയാമിയിൽ ചെന്നു. ഞാൻ പോന്നതിന് ശേഷം അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഹോട്ടൽ കിട്ടി. ഹോട്ടലിനകത്ത് നോക്കി പല ഹോട്ടൽ കയറിയപ്പോൾ എൻ്റെ പേര് അവർ റെഡിങ്ങിൽ ഇങ്ങനെ ബോക്സ് പോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു യഹൂദൻ്റെ ഹോട്ടലായിരുന്നു. ആ ഫോട്ടോ എടുത്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എടുത്തപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. അറിയാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ ഹോട്ടലുകാരൻ പറഞ്ഞു, ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല, ദൈവം എന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ ദൈവമായിരുന്നു എന്ന് പറഞ്ഞു. അതെന്താ?
എത്ര രോഗികൾ ഇവിടെ വന്ന് സൗഖ്യമായി, എത്ര കുടിയന്മാരിവിടെ ഇതായി. ഇവിടെ വലിയൊരു ചലനം സൃഷ്ടിച്ച ആളാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ C.I. ജോൺ പറഞ്ഞു, ഞാൻ A.M. ശ്യാമിൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കും. ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ ജമ്മുവിൽ ഒരു പ്രാവശ്യം ഇരിക്കുമ്പോൾ C.I. ജോൺ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നിട്ട് അവിടെ വന്നു. ഞാനിങ്ങനെ മേശ എഴുതിക്കൊണ്ട് ഇപ്പം മുട്ടിന്മേൽ വീണ് എൻ്റെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചോദിച്ചു, ജോണ എന്താ? ഞാനിങ്ങനെ നിങ്ങൾക്കെതിരായി ഫോട്ടോ പരസ്യം ചെയ്യാനായിട്ട് വന്നതാണ്. എന്താ ആ ഹോട്ടൽ ഉടമയുടെ സാക്ഷ്യം കേട്ടപ്പോഴേ ഞാൻ തകർന്നു എന്ന് പറയാനിടയായി. ഞാൻ പറഞ്ഞു, ആരോടും പറയണ്ട. ഞാൻ പറഞ്ഞത്, ഇത്രയും പറഞ്ഞതിൻ്റെ താല്പര്യം, പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നടക്കുമോ, നിങ്ങളുടെ ജഡത്തിൻ്റെ മഹിമയ്ക്കനുസരിച്ച് നടക്കുമോ എന്ന് പരിശുദ്ധാത്മാവ് നല്ലവണ്ണം പരിശോധിച്ച് നോക്കും. അതിന് നിങ്ങൾ കീഴ്പ്പെടുക. നിങ്ങളുടെ സ്വയത്തിനു വേണ്ടി മരിച്ചവരെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. സ്വയത്തിനു വേണ്ടി മരിച്ചവരായി തീരണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന കാര്യം നടക്കയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാരെ, ദാസിമാരെ, എന്നെ ദൈവം അങ്ങനെ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. 5-6 ദിവസത്തെ പ്രസംഗം പരിശുദ്ധാത്മാവിനാൽ നിയമിക്കപ്പെട്ട പ്രസംഗമാണ്. നിങ്ങൾ പറയും, ഇവൻ ഭ്രാന്തനായി. ശരി, എന്നാൽ ആത്മാവിനാൽ നടത്തപ്പെടണമെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ കാര്യങ്ങൾ, ഞാൻ അതുപോലെ നിങ്ങൾക്ക് വളരെ പ്രയാസം തോന്നും, എന്നാൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ചൈനയ്ക്ക് പോകാനായി ഒരുങ്ങി ഡൽഹിയിൽ വന്നിറങ്ങി. ജമ്മുന്ന് ഡൽഹിയിൽ വന്നു. വെളുപ്പിനാണ് ട്രെയിൻ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ചീപ്പ് ഹോട്ടലുണ്ട്, അവിടെ വന്ന് താമസിക്കും. ഞാൻ ചോട്ടിലിരുന്നപ്പോൾ കർത്താവ് പറയാം, നീ വേശ്യാമാരുടെ അടുക്കിലേക്ക് പോകണം, അവിടെ പോയി സുവിശേഷം പറയണം. അപ്പം ഞാൻ വിചാരിച്ചു, എന്താ ചെയ്യേണ്ടത്? എനിക്ക് പിറ്റേ ദിവസം വെളുപ്പിന് പോകണം. ഞാൻ അവിടെ വന്ന് റിക്ഷാക്കാരനോട് ചോദിച്ചു, എവിടെ? അവൻ പറഞ്ഞു, ഇവിടെ അടുത്താണ്. 10 രൂപ കൊടുത്ത് അവിടെ ചെന്നപ്പോൾ അനേകായിരം വേശ്യമാരാണ്. അവിടെ കയറി ഓരോരുത്തടുത്ത് ഇറങ്ങി കണ്ടപ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് പൊട്ടി. കർത്താവ് ഇവരോട് എങ്ങനെ സുവിശേഷം അറിയിക്കും? ഒടുവിൽ അവരിൽ ഒരു സ്ത്രീ എൻ്റെ ചെവിക്കുറ്റിക്ക് ഒരു അടിയടിച്ചു. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്ത് പറയും? ഞാൻ ഇവിടെ നടക്കുക. പിറ്റേ പ്രാവശ്യം ഞാൻ അതിൽ മടങ്ങി വന്നിട്ട് എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്, ഭാര്യയും 10-11 സഹോദരിമാരെയും വിളിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അവരുടെ ഇടയ്ക്കിൽ പോകാനിടയായി. അവരുടെ ഇടയിൽ ഒരു പ്രവർത്തനം ആരംഭിക്കുവാൻ കർത്താവ് ഇടയായി. കർത്താവേ, ഇവരെയും നീ സ്നേഹിക്കുന്നല്ലോ. ഇവരുടെ മധ്യത്തിലും പ്രവർത്തനം ആരംഭിപ്പാൻ കർത്താവ് ഇടയായി. അങ്ങനെ അതുകൊണ്ട് കർത്താവ് പറയുന്നതനുസരിച്ച് ഒരു സഹോദരൻ നടക്കുമോ ഇല്ലയോ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശോധിച്ച് നോക്കും. നീ പൂർണ്ണമായി നിൻ്റെ സ്വയത്തിനു വേണ്ടി ചത്തുവോ ഇല്ലയോ? അങ്ങനെ സമർപ്പിച്ച് കഴിയുമ്പോഴാണ് വായിച്ചാട്ട് അപ്പോസ്തല പ്രവൃത്തി 20:22. അപ്പോസ്തല പ്രവൃത്തി 20:22. ആക്ട്സ് 20:22. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ഹല്ലേലൂയ. കലബദനശീതല. നിങ്ങളുടെ സ്വയത്തിനു വേണ്ടി നിങ്ങൾ മരിച്ചു എന്ന് പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി ബോധ്യമായാൽ പിന്നെ ആത്മാവ് നിങ്ങളെ കെട്ടിക്കൊണ്ടുപോകും. എത്ര പേര് കേട്ട് മനസ്സിലായത്? ആത്മാവ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈയിടുന്നവനല്ല. നിങ്ങളുടെ സ്വയത്തെക്കുറിച്ച്, നിങ്ങളുടെ പേരിനെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ളതായ ആഗ്രഹങ്ങൾ മാറിക്കഴിയുമ്പോൾ പിന്നെ ആത്മാവ് നിങ്ങളെ കെട്ടിക്കൊണ്ടു പോകും. പൗലോസ് പറയുന്നു, ഞാൻ ഒന്നുകൂടെ വായിച്ചാട്ടത്, യെരുശലേമിലേക്ക് പോകുകയാണ്. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. പൗലോസിനെ പിടിച്ചുകൊണ്ട് പൗലോസിന് ഇങ്ങനെ കഷ്ടമുണ്ടാകും, ഇങ്ങനെ പ്രയാസമുണ്ടാകുന്നത് പലയിടത്തും പ്രവചനങ്ങൾ വന്നപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി പോകുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ മണവാട്ടിയെ നീ ആത്മാവിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ വന്നേ മതിയാകുകയുള്ളൂ. ആത്മാവിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ വന്നേ മതിയാകുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നത് നമ്മളെ ബന്ധിച്ച് കൊണ്ടുപോകാനാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ഡൽഹിയിൽ വേശ്യമാരുടെ ഇടയിൽ പ്രവർത്തനം ആരംഭിച്ചു. എൻ്റെ മകൾ ആ ബൈബിൾ ക്ലാസ്സുകളും അതൊക്കെ നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നു. ഇപ്പോഴും എന്നാൽ ഞങ്ങൾക്കിപ്പോൾ അത് ചില പ്രയാസം വന്നിരിക്കുന്നത്, പല വേശ്യമാർ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നു.
എന്നാൽ അവർക്ക് വേണ്ടി അവർ പറയുന്ന അവരെ വാങ്ങാനായിട്ട് അവരെ വിറ്റിരിക്കുന്നതാണ്. 50,000 80,000 രൂപയൊക്കെ കൊടുത്തെങ്കിലേ ഓരോരുത്തരെ അവിടുന്ന് കൊണ്ടുവരാനൊക്കെ ഉള്ളൂ. ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ നിൻ്റെ ഹിതമെങ്കിൽ അങ്ങനെയുള്ള ചിലരെയും നീ കൊണ്ടുവരുമാറാകണമേ. അപ്പോൾ സുവിശേഷം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് സുവിശേഷം. ഹല്ലേലൂയ. ആകയാൽ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ വരണമെങ്കിൽ ദൈവസഭയെ നിൻ്റെ ജഡത്തിനു വേണ്ടി നീ മരിച്ചേ മതിയാകുള്ളൂ. നിൻ്റെ സ്വയമായ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഗലാത്യർ ഒന്നുകൂടെ വായിച്ചാട്ട്, ഗലാത്യ ലേഖനം 2:20 ഒന്നുകൂടെ വായിച്ചാട്ട്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായുള്ളവരെ, എപ്പോഴും ആനന്ദത്തോടുകൂടെ പോകണമെങ്കിൽ, എപ്പോഴും സന്തോഷത്തോടുകൂടെ പോകണമെങ്കിൽ നമ്മളെ നടത്തുവാനായി വന്ന പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമ്മൾ പോയേ മതിയാകുള്ളൂ. ഞാൻ എറണാകുളത്തെ യോഗത്തിന് പോകാതിരുന്നപ്പോൾ കർത്താവേ നിന്നോട് ചോദിച്ചിട്ടാണല്ലോ ഞാൻ ഈ ഡേറ്റ് ഫിക്സ് ചെയ്തത്. എന്നിട്ട് കർത്താവ് എന്നെ അനുസരിക്കണോ? സ്തോത്ര. അപ്പച്ച അനുസരിക്കാൻ ഒരുക്കമാവുന്നു. ഫ്ലോറിഡയിലെ മീറ്റിംഗ് 1 വർഷം നേരത്തെ 2 വർഷം നേരത്തെ വാക്ക് കൊടുത്തതാണ്. 1 വർഷം അല്ല 2 വർഷം നേരത്തെ വാക്ക് കൊടുത്താണ്. കർത്താവ് ഒരു ദിവസമേ പ്രസംഗിച്ചോളല്ലോ, നിന്നോട് ചോദിച്ചിട്ടാണല്ലോ ഡേറ്റ് കൊടുത്തത്. കർത്താവ് പറയുന്നു, ഭോഷനായി തീരാൻ നീ ഒരുക്കമാണോ? എൻ്റെ ദാസനായി തീരുവാൻ ഒരുക്കമാണോ? ഞാൻ പറഞ്ഞു, ആട്ട് കർത്താവ്. അങ്ങനെ നിന്ന സഹിക്കേണ്ടി വന്നാലും ഏറ്റവും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുള്ളത്, കർത്താവേ എനിക്ക് വലിയ പാത്രമാകേണ്ട ആവശ്യമില്ല. ഞാൻ പലപ്പോഴും ഈ മഴക്കാലത്ത് ഈ ചകിരിമത്ത വെളിയിലിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചകിരിമത്ത എല്ലാവരും അതേ ചവിട്ടിക്കയറിയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവേ അകത്തുള്ള നല്ല കസേരയായിട്ടിരിപ്പാൻ എനിക്ക് യോഗ്യതയില്ല, ആ ചവിട്ടുമത്തയായി വെളിയിൽ കിടക്കാനെങ്കിൽ നീ എന്നെ അനുവദിച്ചാൽ മതി. എല്ലാവരും വന്ന് എന്നെ ചവിട്ടട്ടെ, എല്ലാവരുടെയും കാലിലെ ചെളിയെല്ലാം എൻ്റെ മേൽ വരട്ടെ, മറ്റവരെല്ലാം അകത്ത് കിടന്ന് വെളുത്ത് കാറ്റും തണുപ്പും കേട്ടുകൊണ്ട് ഞാൻ കിടന്നോളൂ. എന്നാലും നിൻ്റെ ഭവനത്തിൽ ഒരു ചകിരിമത്തയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അവസ്ഥയിലേക്ക് കൊണ്ടുവരണമേ. അതുകൂടാതെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവ് ഒരു ഭവനത്തിൽ നല്ല സ്റ്റീൽ പാത്രങ്ങളും നല്ല അലൂമിനിയം വെള്ളിപ്പാത്രങ്ങളുണ്ട്, എന്നാൽ കർത്താവ് ഓരോ വീട്ടിലും ഒരു കൂടയുണ്ട്. കൂടാതാൻ അതിന് മലയാളത്തിൽ എന്താ പറയുന്നത്? ഈ ചപ്പും ചവറും ഒക്കെ ഇടുന്നത് കിച്ചൻ്റെ വെളിയിൽ ഇടുന്നുള്ള അഴുകിയ ടൊമാറ്ററും വേസ്റ്റ് എല്ലാം ഇടുന്നതുകൊണ്ടിട്ടുള്ള ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ആ വെളിയിൽ വെച്ചിരിക്കുന്ന ആ പാത്രമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും എന്നെ തുപ്പട്ടെ, എല്ലാവരും എന്നെ ചവിട്ടട്ടെ. കർത്താവേ അങ്ങനെ ഒരു പാത്രമായി നിൻ്റെ പിന്നാലെ എന്നാലും നിൻ്റെ ഭവനത്തിൽ ആ പാത്രത്തിൽ ഞാൻ പറഞ്ഞു, കർത്താവ് അവിടെ കണ്ടോ എലി വരുന്നു, അതുപോലെ പാറ്റ മറ്റുള്ളതെല്ലാം ആരും നോക്കിയാലും ചിലർ വന്നതിൽ തുപ്പുകയും ചെയ്യുന്നുണ്ട്. കർത്താവേ എങ്കിലും നിൻ്റെ ഭവനത്തിലെ അങ്ങനെ ഒരു പാത്രമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എന്നെ ആക്കണമേ. അങ്ങനെ എത്ര 1-2 ദിവസത്തെ പ്രാർത്ഥനയല്ല, മാസങ്ങളോളം ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് എൻ്റെ ജഡം ഒരിക്കലും ജയിക്കാതെ, എൻ്റെ ജഡം ഒരിക്കലും പുകഴാതെ ഇങ്ങനെ ആകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര മാസങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജഡം എത്ര വലിയതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, എന്നെ ആരെങ്കിലും പുച്ഛിച്ച് മാസികകൾ എഴുതിയാൽ ഞാൻ വളരെ സന്തോഷം പറയും. ഞാൻ അങ്ങനെയുള്ളവർക്ക് സ്നേഹത്തോടെ ചുംബനം കൊടുക്കാൻ ഒരുക്കമാണ്. കാരണം എൻ്റെ ജഡം പിടിച്ച് വെട്ടേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നെക്കൊണ്ട് കഴിയാതെ അവരോട് അതിന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ജഡത്തിന് ഞാൻ ജഡത്തോട് പറയും, ജഡമേ നിൻ്റെ കിരീടമാണ്, അത് കേട്ടുകൊള്ളുക. പ്രിയമുള്ളവരെ, വാസ്തവമായി നിങ്ങൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുന്നുവെങ്കിൽ നിങ്ങളുടെ ജഡത്തെ മുഴുവനും ഭരിച്ച് കൺട്രോൾ ചെയ്ത് അതിനെ ഈ നിങ്ങൾ കാണുന്നതാണല്ലോ, ഈ കാഴ്ച ബംഗ്ലാവിൽ ചെന്നാൽ കരടിയെയും പിന്നെ സിംഹത്തെയൊക്കെ ഇരുമ്പ് കൂട്ടത്തിലിട്ടിരിക്കുന്നു. അതുപോലെയാണ് നമ്മുടെ ജഡം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഒരു വായിച്ച് അവസാനിപ്പിക്കാൻ നമുക്ക് ബ്രേക്കിൻ്റെ സമയം അടുത്ത് വരുന്നു. റോമാലേഖനം 8-ാം അധ്യായം. നമ്മുടെ ജഡം ഒരിക്കലും രക്ഷിക്കപ്പെടുന്നതല്ല. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5 മുതൽ വായിച്ചാട്ട്. റോമൻസ് 8:5 വായിച്ചാട്ട്.
ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. നമ്മുടെ ജഡം ഒരിക്കലും മാനസാന്തരപ്പെടുകയില്ല. കാരണം അവൻ സാത്താൻ്റെ പുത്രനാ. ഞാൻ പറഞ്ഞല്ലോ, ജഡം എങ്ങനെയാണ് ഉത്ഭവിച്ചതെന്ന് നേരത്തെ നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ തൃശ്ശൂരിൽ വന്ന് പല പ്രാവശ്യം ചാർട്ടിട്ട് പഠിപ്പിച്ചാണ് എങ്ങനെയാണ് ജഡം വന്നത്. ആ ഒരിക്കലും കീഴ്പ്പെടുകയില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ കീഴ്പ്പെടുക. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. നിങ്ങളോ, അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ അന്യഭാഷ പറയുന്നു, അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ നോക്കിയാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ പിടിച്ച് ജയിലിലിട്ടിരിക്കുക. ശ്രദ്ധിക്കണം. ഞായറാഴ്ച ആ ജയിലിൻ്റെ വാതിലൊന്ന് തുറക്കും, ഠട്ട പട്ട കുട്ട പട്ട ഘട്ട പറയുമ്പോൾ കാര്യം നടന്നു. പിന്നെ വൈകിട്ട് വന്ന് പിടിച്ചകത്തിടും. പിന്നെ നടത്തുന്ന മുഴുവനും ആരാ? ജഡമാണ്. ഞായറാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച രാവിലെ വരെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉടവിൽ അടിമയാണ്. ഞരങ്ങിക്കൊണ്ട് അടിമയായിരിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ ജഡമാണ് അടിമയാകേണ്ടത്. ജഡത്തെ പിടിച്ചിട്ടിട്ട് ആത്മാവിനാൽ നടക്കണം. ആത്മാവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിചാരിച്ചാട്ട് മനോജിൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുകയാണ്, അല്ലെങ്കിൽ താമസിക്കുകയാണെന്ന് വിചാരിച്ചാൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുക. ഇലക്ട്രിസിറ്റിക്കാരനോ പോലീസോ അല്ലെ കരം തീർക്കുന്നവർ വന്നാൽ ചോദിക്കും, മനോജ് എവിടെയെന്ന് ചോദിക്കും. കാരണം അവർക്കറിയാം വസിക്കുന്നത് ആരാണ്. മനോജ്, ഞാൻ ഗസ്റ്റാണ്. അതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നോ ഗസ്റ്റാണോ? നിങ്ങൾ പറയുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അന്യഭാഷ പറയുന്നോന്നല്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ചെയ്യുകയാണെങ്കിൽ പറയും പരിശുദ്ധാത്മാവ് ഇതിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഗസ്റ്റായിട്ട് വന്നിരിപ്പുണ്ടോ, 1-2 ദിവസത്തേക്ക് വന്നിരിപ്പുണ്ടെന്നല്ല. നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്കെല്ലാം അറിയണം, മനോജിൻ്റെ വീട്ടിൽ മനോജായി ഇവിടെ താമസിക്കുന്നതെന്നുള്ളത് ചുറ്റുപാടുള്ളവർക്ക് അറിയാവുന്നത് പോലെ സാത്താനും അവൻ്റെ സൈന്യത്തിനും ലോകർക്കും അറിയണം ഇന്നാരിൽ പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. അങ്ങനെ വസിക്കുന്നു എങ്കിൽ അവൻ്റെ കുഞ്ഞാടിൻ്റെ കാന്തയെ ഇനിയും കാലം തീരുന്നതിന് മുൻപേ നമ്മുടെ ജഡത്തെ ക്രൂശിക്കാം, നമ്മുടെ ജഡ ഇച്ഛകളെ ക്രൂശിക്കാം. ഇപ്പോൾ നിങ്ങൾ പോകുന്ന ഉടനെ ഐസ്ക്രീം മേടിക്കണം എന്നാഗ്രഹം വന്നാൽ പരിശുദ്ധാത്മാവോട് ചോദിക്കും, ഇപ്പോൾ ഐസ്ക്രീം മേടിക്കണോ? ഇറച്ചി മേടിക്കാൻ കണ്ടപ്പോൾ നല്ല മീൻ കണ്ടു, മേടിക്കണോ? പരിശുദ്ധാത്മാവോട് ചോദിക്കണം, മീൻ മേടിക്കണോ? അങ്ങനെ പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ മേടിക്കുക. വസ്ത്രം കണ്ടാൽ പരിശുദ്ധാത്മാവോട് ചോദിക്കണം. അങ്ങനെ ചെറിയതും വലിയതുമായ നിങ്ങൾക്ക് ചിരി വരും. കുളിക്കാൻ പോകണമെങ്കിൽ പരിശുദ്ധാത്മാവോട് ചോദിക്കുമ്പോൾ കുളിക്കാൻ സമയമായോ? കുളിക്കാൻ അവിടെ ഇരിക്കുമ്പോൾ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുമ്പോൾ എത്ര അല്ലെ ഷവറിൽ പറയും ഇത്രയും കൊണ്ട് മതി. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെയും പരിശുദ്ധാത്മാവ് നടത്തുവാൻ കഴിവുള്ളവനാണെന്ന് ഞാൻ എൻ്റെ അനുഭവത്തോടെ നിങ്ങളോട് പറയുന്നു. നമ്മുടെ ആഹാര കാര്യങ്ങളിലും വസ്ത്രത്തിൻ്റെ കാര്യങ്ങളിലും എല്ലാറ്റിലും കാര്യങ്ങളും അങ്ങനെ കാര്യസ്ഥനായി പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ ഭാരമില്ല. ഭാരമെന്ന് പറയുന്നത് ഇല്ല. കാരണം കാര്യസ്ഥനാണ് നടത്തുന്നത്. എല്ലാം ആരാ നടത്തുന്നത്? കാര്യസ്ഥൻ. ഞാൻ ദൈവസ്ഥനിൽ പറയട്ടെ, നന്ദിയോടെ പറയട്ടെ, എൻ്റെ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയെ, പരിശുദ്ധാത്മാവ് നിൻ്റെ കാര്യസ്ഥനാകാൻ ഇനി എത്ര നാളുകൂടെ വേണം? ഏൽപ്പിച്ചു കൊടുക്കുമോ? പരിശുദ്ധാത്മാവ് നിൻ്റെ കാര്യസ്ഥനായി തീർന്നാൽ ഹല്ലേലൂയ, ഏതിനെയും അഭിമുഖീകരിക്കുവാൻ ഞാൻ ധൈര്യമുള്ളവനായിത്തീരും, ബലമുള്ളവനായിത്തീരും. നമുക്ക് തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നീ തന്ന അവസരത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടവരായിരിക്കാൻ നിൻ്റെ മക്കൾ കൃപ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.